ഹലോ ഗൈസ്, നമ്മൾ എൽ ഡി സി പി എസ് സി എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒരു 20 ഡേയ്സ് ചലഞ്ചാണ്, മാക്സിമം PYQ സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള. സോ യു ക്യാൻ ഓൾസോ ജോയിൻ. ആൻഡ് ഇത് ഇപ്പോൾ ലാസ്റ്റ് ജൂലൈ 27 നടന്ന എൽ ഡി സി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ കാലഗണനാ ക്രമം അനുസരിച്ച് എഴുതാനാണ്. ഫസ്റ്റ് വൺ, വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഇതിൻ്റെ യഥാർത്ഥ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം നടന്നത് ചാന്നാർ ലഹളയാണ്, 1759 ജൂലൈ 26-നാണ്. അടുത്തതായിട്ട് നടന്നത് മലബാർ കലാപമാണ്, അത് 1921. പിന്നെ അടുത്ത നടന്നത് വൈക്കം സത്യാഗ്രഹം, നമുക്കറിയാം 1924-നാണ്. പിന്നെ മലബാർ അവസാനം വരുന്നതാണ് ക്ഷേത്രപ്രവേശന വിളംബരം, അത് 1936. അപ്പം ചാന്നാർ ലഹള 1859, മലബാർ കലാപം 1921, വൈക്കം സത്യാഗ്രഹം 1924, ക്ഷേത്രപ്രവേശന വിളംബരം 1936. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്, അതൊരു ശരിയായ വാക്യമാണ്. ഡു ഓർ ഡൈ എന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെയാണ്. അടുത്ത ജാലിയൻവാല ബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. ശരിക്കും ഏപ്രിൽ 13-നാണ്, ബട്ട് നോട്ട് ഓൺ 1921, ഇറ്റ് ഈസ് ഓൺ 1919. സോ അടുത്തത് 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. യെസ്, 1948 ജനുവരി 20-ന് അങ്ങനെ നടന്നു. അടുത്ത സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത് 1931 സെപ്റ്റംബർ ലണ്ടനിൽ വെച്ചാണെന്നാണ്, അതും ശരിയാണ്. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത് 12 നവംബർ 1930 വരെയാണ്. 19 ജാനുവരി 1931 വരെയാണ്. തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത് 17 നവംബർ 1932-നാണ്. ഓക്കെ, ദെൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി, അതായത് നാറ്റോ ആയിട്ട് ബന്ധമില്ലാത്തതാണെന്ന്. കാരണം നാറ്റോ സ്ഥാപിതമായത് 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ എന്ത് ചെയ്തത്, സ്ഥാപിതമാവുന്നത്. ആൻഡ് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. ഇതിൻ്റെ ആസ്ഥാനം ജനീവയല്ല, ബെൽജിയമാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. ശരിയാണ്, ആദ്യം ഒരു 12 മെമ്പർ കൺട്രി ചേർന്നിട്ടാണ് ഈ നാറ്റോ ഉണ്ടാകുന്നത്. അതിൽ അവസാനമായിട്ട് ഇപ്പോൾ ഒരു ഏകദേശം കുറേ കൺട്രീസ് ഉണ്ട്, അതിൽ ലാസ്റ്റ് ചേർന്നത് സ്വീഡനാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്, അത് ഇതിനകത്തല്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് 3 സ്പിരിറ്റ് ഓഫ് ലവ് വോൾട്ടയർ അല്ല, സ്പിരിറ്റ് ഓഫ് ലവ് മോണ്ടസ്ക്യൂ ആണ്. റോബസ്പിയർ ജാക്കബിൻ ക്ലബ്ബ് ആണ്. ഏപ്രിൽ തീസിസ് VA ലെനിൻ ആണ്. ലോങ് മാർച്ച് മാവോ സെതൂങ് ആണ്. ഓക്കെ, അടുത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. 1988 ജനുവരി 20-ന് അന്തരിച്ചു. 1987 ഭാരതരത്ന ലഭിച്ചു. ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ഇതെല്ലാം ശരിയാണ്. അതേപോലെ തന്നെ അദ്ദേഹം ജനിച്ചത് 1890 ഫെബ്രുവരി 6-നാണ്. മരിച്ചത് 1988-ലാണ്. ജനിച്ചത് 1890-ലാണ്. ഏകദേശം ഒരു 90s എബോവ് ഇയർ അദ്ദേഹം ജീവിച്ചിരുന്നു. അടുത്ത 6th ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ്. ഇത് രൂപീകരിച്ചത് 1983-ലാണ്. ഓക്കെ, 1983-ലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത്. അടുത്ത സെക്കൻഡ് പോയിന്റ്, ഇത് ഷാ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഷാ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു എമർജൻസിയാണ്, നോട്ട് ഓൺ ഈ ഒരു പുനഃസംഘടനയായിട്ട് ബന്ധപ്പെട്ടതല്ല. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. നമുക്കറിയാം ഫസൽ അലി കമ്മിറ്റി. അപ്പം ഫസൽ അലിയും HN കുൻസ്രു ഇതിൻ്റെ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അതെ, ഇനി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അല്ല, ട്രോപ്പോസ്ഫിയർ ആണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. അതെ. അടുത്ത ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. അത് നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മളത് ചെയ്യും. അതായത് അവസാദ ശിലയല്ല, ആഗ്നേയ ശിലയാണ് ഗ്രാനൈറ്റ് എന്ന് പറയാം. അതായത് ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, മെറ്റാമോർഫിക് റോക്സ് ഉണ്ട്. അതിൽ ഇഗ്നിയസ് റോക്കിൽപ്പെട്ടതാണ് ഗ്രാനൈറ്റ് എന്ന് പറയാം. സെഡിമെൻ്ററി റോക്കിൽപ്പെട്ടത് ഗ്രാനൈറ്റ് അല്ല. ഓക്കെ, അളകനന്ദ, ഭഗീരഥി എന്ന നദികൾ ദേവപ്രയോഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അതെ, അളകനന്ദയും ഭഗീരഥിയും ചേർന്ന് ദേവപ്രയോഗിൽ കൂടിച്ചേരുന്നു. ഓക്കെ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ
സമുദ്രജല പ്രവാഹം ഏത്? അഗുൾഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല? അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിഷ് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അതെ, ശരിയാണത്. അടുത്ത തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർച്ച നിലയമല്ല, അവിടെ ഒരു ന്യൂക്ലിയർ ഇതാണുള്ളത്. അപ്പോൾ ഭൗമതാപോർച്ച നിലയമല്ല അവിടെ ഉള്ളത്. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണ്. ശരിയാണ്. സഡ്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. അതെ, 3 ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദ് അല്ല. ഓക്കെ, 4 ശരിയാണ്. സട്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. അതായത് സട്ലജ്, ചെനാബ്, പിന്നെന്താണ് രവി, ബീസ്, ഇതെല്ലാം എന്തിൻ്റെയാണ്? ഇൻഡസിൻ്റെ പോഷക നദികളാണ്. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹുറിക്കെയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഹരിക്കെയിൻ എന്നാണ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത NW3. ഇത് ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ഒരു PYQ ആണ്, മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. ഇത് 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം സൗദി അറേബ്യ. ഇതൊരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറൊരു ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഓക്കെ, ദെൻ ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. അടുത്ത 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ഉണ്ടായിരുന്നോ? ഇല്ല, 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഇതില്ലായിരുന്നു. അടുത്ത ഗോതമ്പ്, നെല്ല്, ചോളം, പയർ എന്നിവയിലെ ഇന്ത്യയിലെ ആ ഒരു കണക്ക് പ്രകാരം ഉൽപ്പാദന തോതനുസരിച്ച് ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ നെല്ല്, ഗോതമ്പ്, ചോളം, പയറടക്കം, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ. അടുത്ത റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ആദ്യം പറയുന്നത് റിപ്പോ റേറ്റ് റിസർവ് ബാങ്കിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു പ്രധാന പണനയ ഉപാധിയാണെന്നാണ്. ശരിയാണ്. അടുത്ത പ്രസ്താവന 2 പറയുന്നതെന്ന് വെച്ചാൽ റെപ്പോ റേറ്റ് ഇപ്പോൾ 6.5% ആക്കിയെന്നാണ്. ശരിയാണ്. അതേപോലെ തന്നെ വേറെ കുറച്ച് റേറ്റുകളൂടെ നമ്മൾ നോക്കിയിരിക്കണം. റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35 ആണ്. ബാങ്ക് റേറ്റ് 5.15 ആണ്. MSF 6.75 ആണ്. അടുത്ത ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അത് കാലഗണനയ്ക്കനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ആദ്യം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചതാണ്. അതായത് 1931 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ലാൻഡ് റിഫോം, ഭൂപരിഷ്കരണം വരുന്നു. അത് കഴിഞ്ഞിട്ട് ബാങ്ക് നാഷണലൈസേഷനാണ്. അത് 1969 നമുക്കറിയാം ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ടൈമിലാണ് ബാങ്ക് നാഷണലൈസേഷൻ നടക്കുന്നത്. അതിനുശേഷം റീസണലായിട്ടാണ് 500,000 രൂപയുടെ നോട്ട് നിരോധിച്ചത്. നമുക്കറിയാം നരേന്ദ്രമോദി 2016 ഡിമോണറ്റൈസേഷൻ കൊണ്ടുവന്നു. അടുത്ത് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ പ്രസ്താവന 1 എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് 5 ഇയർ പ്ലാനിൻ്റെ ഒരു എയിമായിരുന്നു. യെസ്. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ ഈ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി എന്നുള്ളതാണ്. രണ്ടും ശരിയാണ്. ഒന്ന് മറ്റതിൻ്റെ വിശദീകരണമാണ്. അടുത്ത നീതി ആയോഗിൻ്റെ ചില ഇനിഷ്യേറ്റീവും അവരുടെ എയിംസിനെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ നോക്കിക്കുക, അട്ടൽ ഇന്നൊവേഷൻ മിഷൻ എന്ന് പറഞ്ഞാൽ സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുകയാണ്. അടുത്ത മെഥനോൾ സംഘടന എന്ന് പറഞ്ഞാൽ എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. സഹകരണ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒന്ന് ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത ശൂന്യ കമ്പയിൻ ഉണ്ട്. അത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ഓക്കെ. 19th ക്വസ്റ്റ്യൻ നോക്കിക്കേ. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയം, അതായത് ഈ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി, ന്യൂ എക്കണോമിക് പോളിസി, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ അതൊക്കെ നമുക്ക് റെഫർ ചെയ്യാം. ആൻഡ് ഇതിനകത്ത് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ സ്വാശ്രയം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുകയാണോ? അല്ല. ഡിപ്പെൻഡൻസി കൂട്ടി അങ്ങനെ ഒരു സാധനം ഇതിനകത്തില്ല. മറിച്ച് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച്, അതായത് ഗ്ലോബലൈസേഷൻ നടത്തി ആഗോള കമ്പനിയുമായി സംയോജിപ്പിക്കുക. ഇത് എന്തിൻ്റെ ഒരു ന്യൂ എക്കണോമിക് പോളിസിയുടെ ഒരു പാർട്ടായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, പ്രൈവറ്റൈസേഷൻ, ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അടുത്ത 4ാമത് ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക, അങ്ങനെ ഒരു സാധനം ഇതിനകത്തില്ല. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഡോക്ടർ BR അംബേദ്കറാണ് അധ്യക്ഷൻ. അത് നമുക്കറിയാം. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ്. എന്നാണ് രൂപീകരിച്ചത്? 29 ഓഗസ്റ്റ് 1947 നോട്ട് ഓൺ 46. ഇറ്റ് ഈസ് ഓൺ 29 ഓഗസ്റ്റ് 1947. അടുത്ത നോക്കി
നോക്കിക്കേ, സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയെന്നുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. അതെ. അടുത്ത തേർഡ് ഇത് നോക്കിക്കേ, 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 61 ഭേദഗതി പ്രകാരമാണ് ഏത് വർഷം 1989 21 നിന്നും 18 കുറച്ച്. പക്ഷേ അതിൻ്റെ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ നമുക്ക് ഓൾറെഡി എലിമിനേറ്റ് ചെയ്യും. അത് 62 പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ. അടുത്ത രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. യെസ്, ഒരു സ്റ്റേറ്റിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയിൽ നമുക്ക് വിടാം. ഓക്കെ. ദെൻ സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യപ്രകാരം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം വേണം. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേണ്ട എന്നുള്ളത് തെറ്റാണ്, വേണം എന്നുള്ളതാണ് ശരി. ഓക്കെ. ഇത് 1, 2 ആണ് ആൻസർ ശരി. അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇവിടുത്തെ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ. അടുത്ത രണ്ടാമത്തെ പറയുന്നത് മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. അതെ. അടുത്ത നാലാമത്തത് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിവുള്ള 2 പേർ ഇതിൻ്റെ അംഗങ്ങളാകണം. മൂന്നാമത്തെ മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. അത് തെറ്റാണ്. ഓക്കെ. ദെൻ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മാൻസുഖ് മാണ്ഡവ്യയാണ്. മാൻസുഖ് മാണ്ഡവ്യയാണ് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന പ്രസ്താവന, അതായത് പ്രസിഡൻറ്റിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. 15ാമത്തെ പ്രസിഡൻ്റാണ് ദ്രൗപദി മുർമു. 2015 മുതൽ 21 വരെ ജാർഖണ്ഡിലെ ഗവർണറായിരുന്നു. ഓക്കെ. വേറെ എല്ലാം തെറ്റാണ്. ഇതിട്ട് നമുക്ക് എലിമിനേഷൻ മുതൽ ഭയങ്കരമായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം 15ാമത്തെ പ്രസിഡൻ്റ് ആകുമ്പം സെക്കൻഡ് ഓപ്ഷൻ ഓൾറെഡി എന്തായാലും പോയി. ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ഏത്? സിയും പോയി, ഡിയും പോയി. പിന്നെ ആകെ കൂടിയുള്ളത് എയും ബിയും. അതിനകത്ത് 4ആണോ 3ആണോ ശരിയെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ. ദെൻ 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഹത്താഫ് അൽ സീസി ഏത് രാജ്യത്തെ പ്രസിഡൻ്റാണ്? അബ്ദുൽ ഹത്താഫ് അൽ സീസി അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിലെ പ്രസിഡൻ്റാണ്. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ്. അടുത്ത സ്നേഹസാന്ത്വനം പദ്ധതി. ഈ പദ്ധതികളായിട്ട് ബന്ധപ്പെട്ടെല്ലാം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സ്നേഹസാന്ത്വനം പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹസാന്ത്വനം പദ്ധതി എന്ന് പറഞ്ഞാൽ. അടുത്ത 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറഞ്ഞാൽ 4ാമത്തെ തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ്. അതായത് പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. അടുത്ത പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കണം. അടുത്ത 3ാമത്തെ നോക്കിക്കെ, പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. ഒരു കുട്ടികളോട് മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഒരിക്കലും ഒഫീഷ്യൽ യൂണിഫോമിലായിരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 4ആണ് തെറ്റ്. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കണം എന്നുള്ളത് തെറ്റാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാത്സല്യനിധി പദ്ധതി എന്ന് പറഞ്ഞാൽ വുമണുമായിട്ട് ബന്ധപ്പെട്ടൊരു പദ്ധതിയാണ്. അതായത് ഈ പട്ടികജാതി വിഭാഗപ്പെട്ട പെൺകുട്ടികൾക്ക് സമഗ്ര വികസനത്തിനായിട്ട് 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് ഒരു പദ്ധതിയാണ് എന്ത്? പട്ടികജാതി. OBC അല്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പോയി. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പട്ടികജാതി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. അമ്മത്തൊട്ടിലിൽ ജനിക്കുന്ന കുട്ടികൾക്കല്ല. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും തെറ്റ്. അടുത്ത നോക്കിക്കേ, 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിദ്യാജ്യോതി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ശരി? കേരള സാമൂഹിക നീതി വകുപ്പ് സമൂഹ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത് രണ്ടുമെന്ന് പറയാം. അടുത്ത കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാനായാണ് ഷാജറാണ് യുവജനകാര്യ കമ്മീഷൻ. അതായത് ഷാജർ. അപ്പോൾ നമ്മൾ ഓർക്കുക ഈ യൂത്തിനൊക്കെ ഷാർജൊക്കെ ഭയങ്കര കാര്യമാണല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷാജർ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഓർക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 1 മിനിറ്റ്. ഓക്കെ.
അടുത്തത് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന: വെള്ള നിറം എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നുമാണ്. മഞ്ഞ നിറം എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ. ഓറഞ്ച് നിറം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ അലേർട്ടാണ്. ഓക്കെ, അവിടെ കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1, 3 ശരി. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ഏതാണ്? ടെൻഡനാണ്. ഓക്കെ, ടെൻഡനാണ് പേശികളെ അസ്ഥികളുമായി ബന്ധപ്പെട്ട യോജകകല. ദെൻ ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ഇത്? കമ്മ്യൂണിറ്റി റിസർവുകളാണ് ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജനങ്ങളിൽ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം. അടുത്ത ദ്രാവക അവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏതാണ്? രക്തമാണ്. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുമായ അമോണിയയെ വിഷം കുറഞ്ഞ അമോണിയ ടു യൂറിയയ്ക്ക് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? കരളാണ്. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോസ്ട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാ? അക്രോമഗലി. ഇതെന്ന് പറഞ്ഞാൽ NCERT-ന് ഡയറക്റ്റ്ലി കോപ്പി പേസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നടക്കുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി എന്ന പദ്ധതിയാണ്. 2024 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയം വഹിച്ച രാജ്യം സൗദി അറേബ്യ. ഇതാണ് ഞാൻ പറഞ്ഞത്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കുക. 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജ്ജം എത്ര ആയിരിക്കും എന്നാണ്. അതായത് mg എന്ന ഇക്വേഷനിൽ മാസ് എന്ന് പറഞ്ഞാൽ 0.2 ഇൻറ്റു ഗ്രാവിറ്റി 10 ആയിട്ട് എടുത്തു. അപ്പം നമ്മൾ 2 ജൂൾ കിട്ടും. അടുത്ത നക്ഷത്രങ്ങളുടെ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപവർത്തനമാണ് ആൻസർ. അടുത്ത ഫാരൻഹീറ്റിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഡിഗ്രി സെൽഷ്യസിലെ യൂണിറ്റ് ഏതാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതിയാണ് ഓഗസ്റ്റ് 23. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് ആദിത്യ L1 ആണ്. അടുത്ത രാജദ്രാവകം അഥവാ അക്വാറിജിയ എന്നാൽ എന്താണ്? നൈട്രിക് ആസിഡും അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന റേഷ്യോയിൽ ചേരുന്നതാണ് രാജദ്രാവകം എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം ഏതാണ്? സാഞ്ചി എന്നറിയപ്പെടുന്ന നഗരമാണ് ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം എന്ന് പറഞ്ഞാൽ. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി സോഡിയം അമാൽഗമാണ് ഇത് യഥാർത്ഥ സോൾവെൻ്റ് എന്നറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? സിങ്ക് സൾഫൈഡിനെയാണ് അങ്ങനെ അറിയപ്പെടുന്നത്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ക്വാണ്ടം ഡോട്ട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പുക്കിളി എന്ന ഏത് കൃതിയിലെ കഥാപാത്രമാണ്? അപ്പുക്കിളി എന്നത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഒരു മെയിൻ കഥാപാത്രമാണ്. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? സർക്കസ് രംഗത്താണ്. തിക്കോടിയൻ എന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനായ കുഞ്ഞനന്ദൻ നായരാണ്. അടുത്ത പാലിലെ വെണ്ണപ്പോൾ ബൈത്താക്കി ചൊല്ലുന്നോർ ബാക്കിയമുള്ളവർ ഇതിനെ പഠിച്ചോർ. ഇത് ഏത് കൃതികളിലെ വരികളാണെന്ന് വെച്ചാൽ മുഹയുദ്ദീൻ മാലയിലെ വരികളാണ്. ഓക്കെ. ദെൻ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചനയാണ് ഒരു ദേശത്തിൻ്റെ കഥ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം കംഗ്രാനന്ദയാണ്. നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റവും കൂടുതൽ കൺഗ്രാജുലേറ്റ് ചെയ്തൊരു കുട്ടിയാണ് കംഗ്രാനന്ദ. അടുത്ത മൻസൂർ ക്രോക്സ് ബയോപ്റ്റിസ്റ്റ് 2024 പദ്ധതി നടപ്പിലാക്കുന്നതാണ് ആരാണ്? കേരള വനഗവേഷണ കേന്ദ്രമാണ്. ഇത് ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ടെറാബൈറ്റ് ഇതിൽ ആരാ ഉൾപ്പെടാത്തുള്ള? ഗിഗാബൈറ്റ് ആണ് ഇനിയുള്ളത്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനി ശ്രദ്ധിക്കാൻ. എഡ്ജ് ആരാണ് ഉണ്ടാക്കിയത്? മൈക്രോസോഫ്റ്റ്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്കറിയാം ആപ്പിളിൻ്റെയാണ്. ആൻഡ്രോയിഡ് ഗൂഗിളാണ്. ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് അല്ല കേട്ടോ. അടുത്ത നോക്കിക്കേ, ഇതിൽ ഓഡ് വൺ തിരഞ്ഞെടുക്കണം. ക്യാൻ എന്ന് പറയുന്ന സംഭവം ഇല്ല. ലാനുണ്ട്, വാനുണ്ട്, മാനുണ്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, അതൊക്കെ ഓക്കെ. അടുത്ത താഴെ പറയുന്നതിൽ മെറ്റ കമ്പനിയുമായി ബന്ധമില്ലാത്ത നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം മെറ്റയിലാണ് പോകുന്നത്. ഫേസ്ബുക്ക്, വാട്സപ്പ്, പക്ഷേ ടെലഗ്രാം അല്ല. ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ് ഫേക്ക്. വിവരാകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണറാണ്. ഓക്കെ.
ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങളേതാ? അതായത് ഗതാഗതവും വാർത്താവിതരണവും ഇൻഷുറൻസും ഉൾപ്പെടുന്നുണ്ട്, നിസ്വാർത്ഥ സേവനങ്ങൾ ഉൾപ്പെടുന്നില്ല. ഇവയിൽ ഏതാണ് പട്ടികവർഗ്ഗക്കാരുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനം അല്ലാത്തത്? അതായത് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പ്രധാനമന്ത്രി ഒരു ഹെഡിൻ്റെ അത്രയും പോകണ്ട. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്. ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇതെല്ലാം വരും. അതായത് മാനസികം ശാരീരികമായ പരാതിക്കാരി ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, ഇതെല്ലാം വരും. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വന്ന വർഷം 2012 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ആരാ? രേഖ ശർമ്മ. രേഖയാണ് വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ. അടുത്ത മാത്സ് ആണ്. മാത്സ് ഒക്കെ സിമ്പിളാണ്. ഈ വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, ദെൻ ഇംഗ്ലീഷ് നോക്കാം. 81 ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഹാസ് അറൈവ്ഡ് ആണ്. ടൂറിസ്റ്റ് ഗൈഡ് അപ്പോൾ അതൊരു സിംഗുലർ, അപ്പോൾ സിംഗുലർ ഓക്സിലറി വെർബ് എടുത്ത് ഹാസ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റ്സ് വരുന്ന വാക്കിനെല്ലാം ഷോൾവിയാണ്. ഇനി ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ആം വരുമ്പോൾ ശരിക്കും പറയാം ഹി ഈസ് അറ്റൻഡിങ് ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. സി ആണ്. ദ ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ്. ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇതിനകത്ത് ഡി പ്രൊപ്പറേറ്റി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദ ഇഡിയം ബോൺ ഓൺ കണ്ടൻഷൻ എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്, എന്തോ ഒരു തർക്കം ആ ഒരു ബന്ധപ്പെട്ട ആണ് ബോൺ ഓഫ് കണ്ടൻഷൻ. ദ പാക്ക് ഓഫ് വോൾസ് ഹോൾഡ് ദ മൂൺ. പാക്ക് എന്നാണ് വോൾസിൻ്റെ പറയുന്നത്. ഓക്കെ, ഐഡൻറ്റിഫൈ ദ സിനോണി അമൻമെൻ. അമൻമെൻ എന്ന് വെച്ചാൽ എന്താ? മോഡിഫിക്കേഷൻ, ഒന്ന് മോഡിഫൈ വരുത്തുക. ദെൻ ഡെഫിസിറ്റിൻ്റെ ആൻറ്റണിം സർപ്ലസ്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കുറവ്, സർപ്ലസ് എന്ന് പറഞ്ഞാൽ അധികം. ഓക്കെ, ദെൻ മലയാളം. അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? സന്തതി ഇല്ലാത്തവൻ എന്നാണ്. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത്? കവയത്രി. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഡി ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സലിംഗ ബഹുവചനം ഏത്? പുരുഷന്മാരാണ് സലിംഗ ബഹുവചനം. അടുത്ത ശ്ലോകത്തിൽ കഴിയുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ചുരുക്കി പറയുക എന്നാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ. പിഞ്ഞാണ വർണ്ണം എങ്ങനെ പിരിച്ചെഴുതാം? പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ അണയ്ക്കുക. താഴെ കൊടുക്കുന്നതിൽ ദ്രൗണി ആരാണ്? അശുദ്ധമാവ്, അശുദ്ധാത്മാവ്. ദ്രൗണി എന്ന് പറഞ്ഞാൽ അശുദ്ധാത്മാവ്. ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ചിത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര. ധായും മായും കൂടെ ഏകീഭവിച്ച് ചിന്മുദ്രയാവും. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? സോറി, 1 മിനിറ്റ്. കേരളപാണി AR രാജവർമ്മയാണ് കേരളപാണിനി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക്. വിശ്വസ്തൻ. മറ്റേ നമ്മുടെ നോർമൽ തത്തയുടെ തായാണ് വിശ്വസ്തൻ വരുന്നത്. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ അടുത്ത ഇതിൽ സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.